ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് രാവിലെ തന്നെ എൻ്റെ ട്യൂഷന് ഇക്ക ഉണ്ടാക്കുന്നു. ഇവിടെ ചെറിയ പുള്ളികളും പുള്ളികളൊക്കെ എവിടെ? ഇന്നലെ ഗായ്സ് ഇന്നലെ ചെറിയൊരു സംഭവം ഉണ്ടായി. ഇപ്പൊ എങ്ങനെയുണ്ട്? വേറെ എന്താ സംഭവിച്ച ഒരു നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടോ ഗൈസ്? പുള്ളിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ 1, 2, പിന്നെ കാലിന്റെ അവിടെ 1. എന്റെ ഭയങ്കര സീനായിരുന്നു ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ വാസ്കോ പോയിരിക്കാണ് ഗൈസ്. വാസ്കോ ഇന്നലെ പോയി. അവൻ ഒറ്റരുത്തം കാരണം എന്റെ ചെറുക്കൻ ഇങ്ങനെ പറ്റിയ. എനിക്കറിയാം അവന്റെ ദൃഷ്ടി പതിഞ്ഞ പഴച്ചു. എനിക്കറിയാം അവൻ ഇങ്ങനെയാന്ന്. മെട്രോ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞ സത്യം. നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലേക്ക്. വണ്ടി പോലും ഓടിക്കാൻ അറിയാൻ മേല തല സൗത്തി കൊണ്ടുപോയിട്ടിരിക്കുന്നു. അങ്ങനെയല്ല, ഓടിക്കാൻ അറിയാം, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ. അല്ല ഇതെന്താ അതെ, കൊള്ളത്തില്ല. നല്ല കൈ സപ്പിച്ച്. എന്തായാലും നിങ്ങള് ഇന്നലത്തെ ആ ഒരു സംഭവം പോയി കണ്ടിട്ട് നമ്മൾ ആ ടൈമിൽ ഫുഡ് കഴിച്ചിട്ടിരിക്കുക. AK1 വണ്ടിന്ന് വീണിട്ടുണ്ട്. എന്താ പറ്റിയത്? വാസ്കോ ഏതിന് കാരണം? എല്ലാത്തിനും കാരണം വാസ്കോയാണ്. അത് കാര്യം പറ. സത്യം പറഞ്ഞത് ഞങ്ങള് പറഞ്ഞോളാം. ഹെൽമെറ്റിന്റെ ഉപയോഗം മനസ്സിലാക്കിക്കോ. ആ ഹെൽമെറ്റ് കാണിച്ചു തരാട്ടാ. ഹെൽമെറ്റ് കൊണ്ടോട്ടെ. ഹെൽമെറ്റ് കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം. എന്തായാലും പുറത്തിറങ്ങി ചോദിക്കാം. ഒരു ലോഡ് ഉണ്ടല്ലോ. ഒരു ഉച്ചയായപ്പോ എനിക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ വാസ്കോ ഒന്ന് വിളിച്ച് അവനെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കും. മുമ്പ് പറഞ്ഞൊന്നുമില്ല. എനിക്ക് ഒരു സുഖം ഉണ്ടായില്ല പോവാൻ. ഒരു 5-6-7 വട്ടം അവന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഇല്ല വേണ്ട വേറെ ആരെങ്കിലും വിളിച്ചു. അവനൊക്കെ തമാശ രീതിയിലും പറഞ്ഞു. എന്തായാലും ഉണ്ടാക്കപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ വൈകില്ലാക്കാം, മെട്രോ കയറി പോയാൽ റെയിൽവേ സ്റ്റേഷനിലാക്കി ട്രൈ ചെയ്താവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോവാന്നും പറഞ്ഞ് ഞാൻ വീണ്ടും പറഞ്ഞു 2-3 വട്ടം. എന്നിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയപ്പോ ഹെൽമെറ്റ് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പൊ ഹെൽമെറ്റ് അവനെ എടുക്കാൻ ഓർമ്മിച്ച. എന്നിട്ട് പോയി അവിടെ ഞാൻ എന്റെ എടുത്തില്ല, അവന്റെ അടുത്ത്. അത് കഴിഞ്ഞ് അവനെടുത്ത് അവിടെ ഓടിച്ച് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഇറങ്ങുമ്പോ അവൻ പറഞ്ഞു ബ്രേക്ക് കുറവാ, നോക്കി വരാൻ പറഞ്ഞു. ഞാൻ നോക്കി തന്നെ വന്ന ഒരു 50 വിട്ട് കയറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ മെയിൻ റോഡിൽ ഹൈവേയിൽ വെച്ച് പനമ്പള്ളി നഗറിൽ വണ്ടി ഇങ്ങനെ വന്നപ്പോ U-turn അടിച്ചൊരു വണ്ടി വരുന്നുണ്ടായി. ഞാൻ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറുതാ. U-turn അടിച്ച് വന്നപ്പോ ഞാനാണെങ്കിൽ അത് കണ്ടപ്പോ ബ്രേക്ക് പിടിച്ചു. ബാക്ക് ആദ്യം പിടിച്ചു. അപ്പൊ ബാക്ക് ഈ വണ്ടിക്ക് ഭയങ്കര കുറവാണ്, പിടിച്ചിട്ട് കിട്ടിയില്ല. ഫ്രണ്ട് പിടിച്ച് നോർമല് നിക്കാറ വശം ഇതിന് മുമ്പിലൊരു വെട്ടലുണ്ട് വണ്ടിക്ക്. ഒറ്റ വെട്ടി സൈഡിക്ക് വെട്ടി ആ വെട്ടലിനെ തെറിച്ചു. അതും വീണപ്പോ നല്ലൊരു അടിപൊളി അടിച്ച്. അത് ഹെൽമെറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങള്. മറ്റു വണ്ടിയിൽ ഇടിച്ചില്ലല്ലേ? അല്ല, അപ്പൊ ആരും ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി വീണതാണോ? അതന്നെ. എന്നിട്ട് തലയും പൊളിഞ്ഞു കിടക്കണ്ടേ? തലച്ചോറ് ഇത് ഒറ്റയ്ക്ക് വീണേക്ക് അത്ര ആരും ഇടിച്ചില്ല. അത്ര മരുന്ന് കാണിക്കും. ക്യൂട്ട്നെസ് ഒക്കെ അങ്ങ് പോയേനെ. കൊമ്പ ഇപ്പൊ ചിരിയായിരുന്നു. കൊമ്പ മറ്റേ കൈയും കാലും ഒരു ലോഡ് വരുന്നുണ്ട്. കൊമ്പനെ കൊണ്ടുപോയാ പിന്നെ അവസാനം നമ്മൾ അവനെ സമാധാനിപ്പിക്കണം. ബോധക്കെട്ട് വീഴും. അതല്ല, ഇവന് വയ്യാന്ന് പറഞ്ഞപ്പോ കൊമ്പ വണ്ടി എടുത്ത് ഇറങ്ങുക. എന്താ അടുത്ത ഞാൻ കൊമ്പനെ ഹോസ്പിറ്റലിൽ. അതെ, അത് ഹെൽമെറ്റ് ഇല്ലാണ്ട് കൊമ്പന്റെ അതേ ഹോസ്പിറ്റലായിരുന്നു. അടുപ്പിന് കുഴപ്പമില്ല, ഡോക്ടറില്ലായിരുന്നു. അശോ കാലെന്താ? ഓ, അവിടെ ഒരു ഇതുണ്ട്. ഭയങ്കര വിറ്റെന്നറിയോ? ഇയാള് പാന്റ് ഊരാ മടിയായോണ്ട് ഒന്നിന്റെ പുറത്തുള്ള ഈ പാന്റ് ഇട്ടിട്ട് പോയി. കയ്യിലിരിക്കുന്ന ഒരു പാന്റ്, അതുകൊണ്ട് ഒരുപാട് വരഞ്ഞു മാരിയില്ല. ഒരേ ഒരാളെ ഉള്ളൂ. മെട്രോ സ്റ്റേഷനിലാക്കേണ്ട ഇവനെയും പിടിച്ച് അങ്ങ് കൊണ്ടുപോയി വാസ്കോ. ഞാൻ വാസ്കോ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് നിന്നെ കൊണ്ട് ഇത്രയും ഉപകാരം. ഇതൊന്നും അറിയാതെ അവിടെ ഒന്ന് കുഴിമന്തി കയറ്റിക്കൊണ്ടിരിക്കും. ഞാനാ പറയുന്നത്. ഇവിടെ ഒന്നും കുഴപ്പമില്ലേ? ഒരു ആക്സിഡന്റ് പറയാനായിട്ടൊന്നും ആയില്ല, വന്നിട്ടില്ലേ? അതന്നെ, ഈ തലയൊക്കെ പൊളിഞ്ഞു കിടക്കരുത്. ഷൈന പ്രദക്ഷിണ അങ്ങനെ പറയാലോ. മറ്റേ രാവിലെ 5 മണിക്ക് എത്തിയത് തിരുപ്പൂരിന്ന്. എങ്ങനെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഹലോ ഹോസ്പിറ്റലിലേക്ക് ഓടി വെക്ക. അയ്യോ, വണ്ടി പറഞ്ഞല്ലോ.
ഭയങ്കര തലവേദന, ഛർദിക്കാൻ വരുന്നു. അതല്ല, ഒരു പറ്റാലേ ആൾക്കാർ ഇവന് കൂടിയിട്ടുണ്ടായിരുന്നു ഇവനെ ശുശ്രൂഷിക്കാൻ. ഒരു 3-4 പെൺപിള്ളേര്. സെലിബ്രിറ്റി അല്ലേ? സെൽഫി എടുത്തോട്ടെ അതിന്റെ ഇടയിൽ കൂടെ. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എനിക്ക് വേണ്ടി ചെരുപ്പൊക്കെ ഇട്ട്, ചെരുപ്പ് നല്ല ലോങ്ങിലായിരുന്നു എന്റെ. ഞാൻ ചെരുപ്പ് പോയിട്ട് ഞൊണ്ടി പോയി ചെരുപ്പിട്ട് വന്ന് വണ്ടി എടുക്കുമ്പോ ഓനെങ്ങനെ പോണം ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാൽ ചേട്ടൻ പിടിച്ച ചെരുപ്പി വണ്ടിയുടെ വെള്ളം വാങ്ങി കൊടുത്തേട്ടാ ആൾക്കാർ. ഓ, അതില് ഹാപ്പി ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള്. ഇനി തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു മാസം വണ്ടിയില്ല, വീട്ടിനുള്ളിലിരിക്കുക. ഓക്കെ, അത് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അത് പോയി വണ്ടി ഓടിക്കാൻ പഠിക്കട്ടെ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോയിട്ട് നീ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടി എടുത്തത് കേട്ടല്ലോ. ഒക്കെ അതെ, കൊമ്പനായി പറയുന്നേ. ഒരു വിളിപ്പിടിച്ച മുമ്പ് ഗൈസ്. അപ്പൊ എന്തായാലും ഉച്ചയായി, നമ്മളെ ഡ്രസ്സൊക്കെ മാറി നീ ഒരാളെ കൊണ്ടുപോകുവാണ്. എങ്ങോട്ട് പോവാ? ആശുപത്രിയിലേക്ക്. എന്ത് പറ്റി? വയ്യ ഗൈസ്, കയ്യും കാലൊക്കെ ഒന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം പൊന്നു പോലെ നോക്കിക്കോണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ത് ഞാൻ ഇനി അത് ആണോ ഗൈസ്? അപ്പൊ ഭയങ്കര സീനായിരുന്നു. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. പൊന്നുപോലെ നോക്കാൻ. പൊന്നുപോലെയല്ലേ നോക്കാനല്ലേ പറഞ്ഞല്ലോ, മേടിച്ചരാന്ന് പറഞ്ഞില്ല. എനിക്ക് പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞല്ലോ. എന്താന്ന്? പ്രോട്ടീൻ കെയർ ചെയ്യാൻ പറഞ്ഞു. എന്തൊരു ടേക്ക് കെയർ ചെയ്യാൻ? അത് വണ്ടി എടുക്കുക. ഞാൻ പറഞ്ഞെങ്ങനെയാണ് ഗൈസ്, സത്യം പറഞ്ഞാൽ നീണ്ടു നിവർന്ന് കടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇയാള് സ്വിച്ചിട്ട പോലെ എന്തിനൊക്കെ ആയിട്ട് വിളിക്കും. വെള്ളം, അത് ഇത്, തേങ്ങ, മാങ്ങ, ചക്ക, കൊല മുതലെടുക്കുകയാണല്ലേ സജി. നടന്ന് വയറിൽ ഓട്ടിട്ടിട്ട് അപ്പൊ ഞാൻ ഓടി നടന്ന് പെപ്സി മേടിച്ചിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ എന്തായാലും നമ്മള് ഹോസ്പിറ്റലിലെത്തി. കൈയൊക്കെ കാണിച്ച്. ഇതൊക്കെയാണ് ഡ്രസ് ചെയ്യണ്ടേ. ഭയങ്കര നീറ്റില് ആണോ? അതവിടെ ഒന്നും കൂടി ചെല്ലുമ്പോൾ നീറ്റിക്കോളും. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അകത്തേറി ഡ്രസ് ചെയ്യുന്ന ആ ടൈമിൽ കാണാം. എന്തൊരു പാവം ഗൈസ്. വന്ന ഉടനെ ബൈക്ക് വിശക്കണമെന്ന് പറഞ്ഞ് ഞാൻ സ്ലൈസും പിന്നെ 2 മുട്ട ബജിയും ഒരു ചായയും ഞാൻ എടുത്തിട്ട് ബാക്കി സ്ലൈസും മേടിച്ചില്ല. ഇവിടുത്തെ മുട്ട ബജി ആദ്യമായിട്ട് തിന്നുന്നത്. പിന്നെ എന്തായാലും ഡ്രസ് ചെയ്യുമ്പോൾ കാണാം. നമ്മോട് വെയിറ്റ് ആക്കാൻ പറഞ്ഞു. അതെ, നീ വന്നപ്പം നല്ലൊരു മഴ. അതേപോലെ തന്നെ വികലാംഗൻ ഡ്രസ് ചെയ്ത് ഗൈസ്. അത് എന്താ ഇനി അവര് പറഞ്ഞ് പ്രോട്ടീനുള്ള എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. വേഗം പോയി വേഗം പോയിട്ട് പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കാം. അത് കഴിക്കാം. നമ്മുടെ പ്ലാസ്റ്റിക് ടിപ്പി പുതിയ പ്രോട്ടീൻ പവർ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടെ. അതൊന്നല്ല, അവര് പറഞ്ഞ ജ്യൂസ് എന്തെങ്കിലും ഇപ്പൊ മേടിച്ചു കുടിക്കും, ബ്ലഡ് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അതെന്ത്? എനിക്കറിയില്ല. ആണോ ഗൈസ്? എനിക്ക് ഇതിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കൂല. അതിനെ പറ്റിക്കാനാണെന്ന് എനിക്കറിയാം. പറഞ്ഞോ? നിക്കരുത്, ഇരിക്കരുത്, അങ്ങനെ പറഞ്ഞോ? അപ്പൊ നിങ്ങൾ വണ്ടിയിൽ റൂമിൽ പോയിട്ട് എനിക്കരുത്, ഇരിക്കരുത്, ട്രെയിൻ ആക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, എന്തെങ്കിലും എടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഫുഡ് എടുത്ത് തിന്നാം. എന്ത് കെടുന്നോണ്ട് തിന്നണം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇനി എന്തോ പ്രോട്ടീനാ എന്താ മേടിച്ചു കൊടുക്കാൻ കഴിച്ചു. അപ്പൊ അവിടെ ചെല്ലണം. പറഞ്ഞോട്ടോ ഷാർജ എന്താന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടോ. പൈസകളെല്ലാം കൊടുക്കുന്നത് ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം വേണമെന്ന് പറഞ്ഞു. 2 ചിക്കൻ പപ്സ്, 4 കട്ട്ലേറ്റ്, പിന്നെ ഒരു ഷാർജ ഷേക്ക്. എന്നറിയില്ല വൈ, ഇന്ന് ഭയങ്കര വിശപ്പ്. ഇന്നലെ രാത്രി കുറെ ഓടിയതല്ലേ. ചോറും മീനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ചുരുക്കി 1 കട്ട്ലേറ്റും 1 ജ്യൂസും ആക്കി. ഇല്ല ആക്കി. എങ്ങനെ നീ പറഞ്ഞ നീ കാശ് കൊടുത്തത്? എന്താ ഇന്നലെ കുറെ ഓടിയതല്ലേ. അപ്പൊ വിശപ്പ് കാണൂല്ലേ? ചോറ് കൂടുതലൊന്നും ഇല്ല. ഇതും തിന്നും. എന്റെ ചുറ്റിട്ട പോലെ ഞാൻ ഓട്ടായിരുന്നു. ഇയാൾക്ക് സാധനങ്ങളൊക്കെ എടുത്തന്നില്ലേ? അതൊക്കെ കടമ. അവിടെ കിടന്നപ്പോ ഒരു പാതിരാത്രി 12 മണിക്ക് എന്ത് വേണ്ടത്? റാപ്പിഡ് ബൂസ്റ്റർ KFCന്ന് വേണമെന്ന് പറഞ്ഞപ്പോ ഓടി. ഞാനും മാസ്കോ ഓടിയതാ. ഇതൊക്കെ നിന്റെ കടമ. ടെൻഡർ കോക്കനട്ട് മേടിച്ചെന്നില്ലായിരുന്നു. കോക്കനട്ട് ഇത് കരിക്കാണ്. തിരിച്ചോടെ എത്തിയിട്ട് വേണം.
അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും ഓക്കെ അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ വേറൊരു കാര്യം പറയാനുള്ള, ഇതേപോലെ തന്നെയായിരുന്നു കൊമ്പാച്ചന അന്ന്. ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലും എഡിറ്റോറിയലിലേക്ക് പോയത്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, ഞാൻ നല്ല കുട്ടിയായിരുന്നു, ഹെൽമെറ്റ് വെച്ച വണ്ടി ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സേഫ് ആയത്. അല്ലെങ്കിൽ ഈ ഒരു വശം സ്കൂട്ടി പോലും ഓടിക്കാനില്ലാത്തവനൊക്കെ എന്തിനു പറയാ. ഹെൽമെറ്റ് ഇല്ലാത്ത വശം ഈ ഒരു സൈഡ് ഫുള്ള് തീർന്നവനെ. അതെ. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും ഹെൽമെറ്റ് ഒക്കെ വെച്ച് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ, ലവ് യു ഓൾ.